ക്ഷീരവികസന വകുപ്പ് പദ്ധതിയിൽ വിശ്വസിച്ച് വായ്പയെടുത്ത് പശുക്കളെ വാങ്ങിയ വീട്ടമ്മ വെട്ടിലായിരിക്കുകയാണ്. സബ്സിഡിയായി ഒരു ചില്ലിക്കാശ് കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, പദ്ധതി തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തതെന്ന് അടൂർ നെല്ലിമുകൾ സ്വദേശിനി അശ്വതി ആരോപിച്ചു. അതേസമയം കടാശ്വാസ പദ്ധതിയിൽ 42,000 രൂപ അനുവദിച്ചു എന്നാണ് വകുപ്പ് തല വിശദീകരണം. 10 പശുക്കൾ, കറവയന്ത്രം, ബയോഗ്യാസ് യൂണിറ്റ്, കട്ടർ, കൗമാറ്റ്, മലിനീകരണ നിയന്ത്രണ സംവിധാനം, ഇൻഷുറൻസ് പരിരക്ഷ ഇവ ഉറപ്പാക്കിയെന്ന് വന്നാൽ ക്ഷീരകർഷകർക്ക് നിശ്ചിത വായ്പയുടെ 40% സബ്സിഡി. വാഗ്ദാനത്തിൽ വിശ്വസിച്ച് നെല്ലിമുകൾ സ്വദേശിനി അശ്വതി 9,60,000 രൂപ വായ്പ നേടി. 2024-25 കാലത്തെ മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രകാരം സൗകര്യങ്ങൾ ഉറപ്പാക്കി പശുക്കളുടെ എണ്ണവും എടുത്ത് ഉദ്യോഗസ്ഥർ പോയി. പക്ഷേ സബ്സിഡി കിട്ടിയില്ല. അന്വേഷിച്ചപ്പോൾ സാമ്പത്തിക പ്രയാസം കാരണം പദ്ധതി വേണ്ടെന്ന് വെച്ചതായാണ് ലഭിച്ച മറുപടി. ആദ്യം ലോണെല്ലാം അനുവദിച്ച് 1 മാസം അടച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പ്രവർത്തന ഫണ്ട് ഇല്ലാത്തത് കാരണം മാറ്റിവെച്ചു എന്നറിയുന്നത്. പറ്റിക്കപ്പെട്ടു. ആ ഫണ്ട് ക്യാൻസൽ ആയപ്പോൾ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ക്ഷീരവികസന വകുപ്പിൽ വിശ്വസിച്ച അശ്വതി ആകെ കുടുങ്ങിയ നിലയിലാണ്. പ്രതിമാസം 14,800 രൂപ തിരിച്ചടവുണ്ട്. സമീപകാലത്ത് 1 തവണ മുടങ്ങി. ഇതിനിടെ സർക്കാർ പദ്ധതിയുടെ പ്രചാരണത്തിനായി തൊഴുത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും അശ്വതിയുടെ പ്രതികരണം ചിത്രീകരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് അതിനകത്ത് ഊന്നൽ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് സബ്വെൻഷൻ പദ്ധതിയെ പ്രകീർത്തിച്ച് വേണം പറയാൻ. അത് സർക്കാർ കൊടുത്തത് വലിയൊരു കാര്യമാണ്. അങ്ങനെ എന്നെ സംബന്ധിച്ച് വരുമ്പോൾ നമ്മൾ ജീവനത്തിനുള്ള വഴി നോക്കുന്ന ആൾക്കാരാണ്. അന്നേരം എനിക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നു. എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ആ സ്കീം വെച്ചാണെങ്കിൽ 42,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇതിനിടെ 2025 മാർച്ച് 27-ന് അശ്വതിയുടെ അക്കൗണ്ടിലേക്ക് 42,000 രൂപയെത്തി. മറ്റൊരു പദ്ധതി കടാശ്വാസത്തിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചതെന്ന് വ്യക്തമായി. ചുരുക്കത്തിൽ സബ്സിഡിയായി 2,40,000 രൂപ കിട്ടേണ്ടിയിരുന്ന സ്ഥലത്താണ് വകുപ്പ് പേരിന് ആശ്വാസം അനുവദിച്ചത്. പുതിയ സാമ്പത്തിക വർഷം മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ നിരാകരിക്കുകയാണ് ഉണ്ടായത്. കടാശ്വാസ പദ്ധതിയിൽ തുക അനുവദിച്ചതിനാൽ 3 വർഷത്തിന് ശേഷമേ മറ്റൊരു പദ്ധതിയിലേക്ക് പരിഗണിക്കൂ എന്നതാണ് വകുപ്പ് വിശദീകരിക്കുന്നത്. അതേസമയം വസ്തു വിറ്റ് വായ്പ തിരിച്ചടവിന് ആലോചിക്കുന്നതായി കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.